JSS വീണ്ടും പിളർപ്പിലേക്ക്. AV താമരാക്ഷനും AN രാജൻ ബാബുവും പിരിയുകയാണ്. സംസ്ഥാന പ്രസിഡന്റ് AV താമരാക്ഷനില്ലാതെ കൊച്ചിയിൽ രാജൻ ബാബു വിഭാഗം സംസ്ഥാന കമ്മിറ്റി ചേർന്നു. ആലപ്പുഴയിൽ താമരാക്ഷൻ വിഭാഗം സംസ്ഥാന കമ്മിറ്റി വിളിച്ച് രാജൻ ബാബുവിനെ നീക്കാൻ തീരുമാനിച്ചതിന് പിന്നാലെയാണ് നീക്കം. പാർട്ടി ഭരണഘടനയിൽ പ്രധാനമായിട്ടുള്ളത് പാർട്ടി ഘടകങ്ങളെക്കുറിച്ചോ പാർട്ടി കമ്മിറ്റി അംഗങ്ങളെക്കുറിച്ചോ വിമർശനമുള്ളവർ, അഭിപ്രായമുള്ളവർ അതാത് ഘടകങ്ങളിൽ പറയണം. അതിന് വിരുദ്ധമായിട്ടാണ് ഈ തുടർച്ചയായി ഈ വാട്സപ്പ് വിവരണങ്ങൾ നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്കെല്ലാം ഷോക്കോസ് നോട്ടീസ് കൊടുത്ത് ഈ നോട്ടീസ് കിട്ടിയതിന് ശേഷം ഒരാൾ മാത്രമാണ് മറുപടി തന്നത്, ബാലരാമപുരം സുരേന്ദ്രൻ. അതില് ആരോപണങ്ങൾക്ക് ആയിട്ട് യാതൊരു മറുപടിയില്ല. അതനുസരിച്ച് അത് ചർച്ച ചെയ്യാനായിട്ട് സെൻട്രൽ കൂടുകയുണ്ടായി. സെൻട്രലിൽ ഞാനെടുത്ത ശിക്ഷണ നടപടികൾ താമരാക്ഷൻ ഉൾപ്പെടെ അധ്യക്ഷം വഹിച്ച സെൻട്രംഗത്തിൽ അംഗീകരിച്ചു. 14-ാം തീയതി ഞാനൊരു പത്രവാർത്ത കാണുന്നു. താമരാക്ഷനും ഈ ആരോപണ വിധേയരായവരും കൂടിയിരുന്നു കൊണ്ട് ജനറൽ സെക്രട്ടറിയെ നീക്കിയതായി വാർത്തയുണ്ട്. അവിടെ പറഞ്ഞ സംസ്ഥാന കമ്മിറ്റി യോഗം കൂടിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സംസ്ഥാന കമ്മിറ്റി യോഗം വിളിക്കാനുള്ള അധികാരം ജനറൽ സെക്രട്ടറിക്ക് മാത്രമാണ് ഭരണഘടന അനുസരിച്ച്. ഇങ്ങനെ ഇരിക്കെ പ്രസിഡന്റ് വിളിച്ചുകൂട്ടിയ യോഗത്തിൽ ഈ സസ്പെൻഡ് ചെയ്യപ്പെട്ടവരെ കൂട്ടിയിരുത്തിക്കൊണ്ട് ജനറൽ സെക്രട്ടറി രാജൻ ബാബുവിനെ നീക്കി എന്നുള്ള ഒരു വാർത്തയാണ് പത്രത്തിൽ വരുന്നത്. രാജൻ ബാബുവും താമരാക്ഷനും വഴി പിരിയുമ്പോൾ ഇരുകൂട്ടർക്കും ആരെയൊക്കെ കൂടെ കൂട്ടാൻ പറ്റുന്നുണ്ട്? സ്മൃതി, ഇത് 2015 പിളർപ്പിന് ശേഷം ശോഷിച്ച JSS ആണ് വീണ്ടും പിളർപ്പിലേക്ക് പോകുന്നത്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിഷയം പാർട്ടിയിലെ വിഭാഗീയത ആരോപിച്ചുകൊണ്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബാലരാമപുരം സുരേന്ദ്രൻ അടക്കമുള്ളവരെ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി AN രാജൻ ബാബു സസ്പെൻഡ് ചെയ്യുന്നു. എന്നാൽ രാജൻ ബാബുവിന്റെ ഭാഗം രാജൻ ബാബു അതിനുശേഷം ചേർന്ന സെൻട്രൽ കമ്മിറ്റിയിൽ സംസ്ഥാന അധ്യക്ഷൻ AV താമരാക്ഷൻ അടക്കമുള്ളവർ ഇതിൽ പങ്കെടുത്തുകൊണ്ട് ഇവരെ സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനത്തിൽ ഒപ്പിട്ടതാണ്. അതിനുശേഷം ഇതിന് ഘടകവിരുദ്ധമായി കഴിഞ്ഞ 14-ന് ആലപ്പുഴയിൽ യോഗം ചേർന്നുകൊണ്ട് AV താമരാക്ഷൻ കുറച്ചുപേരെ, അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന കുറച്ചുപേരെ വിളിച്ച് സംസ്ഥാന കമ്മിറ്റി ചേർന്നെന്നും അതിൽ നിന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ AN രാജൻ ബാബുവിനെ പുറത്താക്കിയെന്നുള്ള വാർത്താക്കുറിപ്പ് പുറത്തിറക്കുന്നു. അതിലേറ്റവും രസാവഹമായ കാര്യം സ്മൃതി, ഈ കഴിഞ്ഞ ആഴ്ച 14-ാം തീയതി, അതായത് കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ AV താമരാക്ഷൻ സംസ്ഥാന പ്രസിഡന്റ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയെ വിളിക്കാതെ ഒരു സംസ്ഥാന കമ്മിറ്റി ചേരുന്നു, ജനറൽ സെക്രട്ടറിയെ പുറത്താക്കിയെന്ന് വാർത്താക്കുറിപ്പ് ഇറക്കുന്നു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ സംസ്ഥാന കമ്മിറ്റി ചേരുന്ന ജില്ലാ കമ്മിറ്റി ഓഫീസിന് താഴെയാണ്. അവിടെ മുകളിൽ ഇപ്പോഴും യോഗം തുടരുകയാണ്. അതായത് ഇന്ന് പ്രസിഡന്റിനെ വിളിക്കാതെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സംസ്ഥാന കമ്മിറ്റി വിളിച്ചുകൊണ്ട് സംസ്ഥാന പ്രസിഡന്റിനെ പുറത്താക്കിയിരിക്കുന്നു. അപ്പോൾ ഇതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ജനറൽ സെക്രട്ടറി പറയുന്ന ഭാഗമാണ് ഇപ്പോൾ നമ്മൾ വാർത്താ സമ്മേളനത്തിൽ കേട്ടത്. കാര്യം, ഒരു സംസ്ഥാന കമ്മിറ്റി വിളിക്കാനുള്ള അധികാരം ബൈലോ പ്രകാരം ജനറൽ സെക്രട്ടറിക്കാണ്. ജനറൽ സെക്രട്ടറി അറിയിക്കാതെ കഴിഞ്ഞ ആഴ്ച വിളിച്ച സംസ്ഥാന കമ്മിറ്റിയല്ല. അത് മാത്രമല്ല, പ്രധാനപ്പെട്ട നേതാക്കൾ ആരും തന്നെ ക്ഷണപ്പം ഇല്ല എന്നുള്ള അവകാശവാദമാണ് ഇപ്പോൾ JSSന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി AN രാജൻ ബാബു ഇപ്പോൾ പറയുന്നത്. അതിൽ സ്മൃതി ഓർക്കേണ്ടതുണ്ട്, 94-ൽ ഗൗരിയമ്മ ഇടതുപക്ഷത്ത് നിന്ന് പോന്നിട്ട് CPM-ൽ നിന്ന് പോന്നിട്ട് JSS രൂപീകരിച്ചതിന് ശേഷം ഇങ്ങോട്ട് വളരെ ശക്തമായി നിന്നൊരു പാർട്ടിയാണ്. 2001-ൽ 4 സീറ്റും വിജയിക്കുന്നു, ഗൗരിയമ്മ കൃഷിമന്ത്രിയാവുന്നു. പിന്നീട് ശക്തി അറിയിച്ച പാർട്ടി 2011-ലാണ് ദുർബലമായത്, 4 സീറ്റിലും പരാജയപ്പെടുന്നു. ദുർബലമായ പാർട്ടി ഒന്നുകൂടി ദുർബലമാകാൻ വീണ്ടും രണ്ടാകുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലേബി നൽകുന്നത്.